ഒരേനും നടക്കാത്തത് ഞാൻ ചെയ്യുവാടാ. ഇനി നീ നിന്റെ അച്ഛനാരൊക്കെ കഴിത്താലും വിടാത്ത ഒരാളും കരയാണ് കണ്ടാ സമാധാനിപ്പിക്കും, ചിരിക്കണം കണ്ടാ കൂടെ ചിരിക്കും, കണ്ട വിളിക്കണം കണ്ട സമാധാനിപ്പിക്കണം. സങ്കടം സഹിക്കാനാവാതെ അന്ന് കടലിലേക്ക് തുഴഞ്ഞുപോയ അച്ചൂട്ടി പിന്നീട് തീരത്തേക്ക് മടങ്ങി വന്നില്ല. കടലമ്മ അയാളെ കൈവിട്ടില്ല. ആ തീരം വിട്ടുപോയ അയാൾ പിന്നീട് ദൂരെ മറ്റൊരു വലിയ തീരത്താണ് അഭയം കണ്ടെത്തിയത്. അവിടെ ആരും അറിയാതെ കടലിന്റെ മകനായി അയാൾ ജീവിച്ചു. ഉള്ളിൽ മകളെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു കൂട്ട്. സ്വന്തം മകളും പ്രിയപ്പെട്ടവരും തന്നെ തെറ്റിദ്ധരിച്ചതായിരുന്നു അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. പകൽ മുഴുവൻ വള്ളത്തിൽ പോയി മീൻ പിടിച്ചും മറ്റും കടലിൽ സമയം തീർക്കുന്ന അച്ചൂട്ടി രാത്രികളിൽ കടൽ തീരത്തിരുന്ന് മുത്തിന്റെ കുട്ടിക്കാലം ഓർത്ത് വിതുമ്പുമായിരുന്നു. തന്റെ സാന്നിധ്യം മകളുടെയും രാഘവന്റെയും ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് അയാൾ ആഗ്രഹിച്ചു. എങ്കിലും അവളുടെ വിശേഷങ്ങൾ അറിയാൻ അച്ചൂട്ടിക്ക് മുന്നിൽ ചില വഴികൾ തുറന്നു. അച്ചൂട്ടിയുടെ സ്വന്തം ദേശത്തു നിന്നും പുതിയ തുറമുഖത്തേക്ക് മീനെടുക്കാൻ വരുന്ന ശങ്കരൻ എന്ന വള്ളക്കാരനായിരുന്നു അച്ചൂട്ടിയുടെ ഏക ആശ്രയം. ശങ്കരനോട് താൻ ഇവിടെയുണ്ടെന്ന കാര്യം ആരോടും ഒരിക്കലും പറയരുതെന്ന് അച്ചൂട്ടി സത്യം ചെയ്യിച്ചു. അതേസമയം അച്ചൂട്ടി തങ്ങളെ വിട്ടുപോയ ആ രാത്രി രാഘവന്റെയും രാധയുടെയും കണ്ണു തുറപ്പിച്ചു. സ്വന്തം ജീവൻ പണയം വെച്ച് അച്ചൂട്ടി കൊടുങ്കാറ്റിനെ പോലും വെല്ലുവിളിച്ച് തന്നെ രക്ഷിച്ചത് ഓർക്കുമ്പോഴെല്ലാം അവന്റെ കണ്ണുകൾ നിറയാറുണ്ട്. ആ മനുഷ്യനെ എല്ലാവരും ചേർന്ന് സംശയിച്ചതിൽ, കുറ്റപ്പെടുത്തിയതിൽ രാഘവനും രാധയും ഒരുപാട് പശ്ചാത്തപിച്ചു. അച്ചൂട്ടിയെ കൊച്ചുരാമനും രാഘവനും ചേർന്ന് ഒരുപാട് അന്വേഷിച്ചുവെങ്കിലും അവർക്ക് അയാളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ല. അച്ഛൻ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ച് രാധ കാത്തിരുന്നു. രാഘവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. അയാൾ ഒരു തീരുമാനമെടുത്തു. അച്ചൂട്ടിയുടെ സ്വപ്നം മുത്തിനെ ഒരു ഡോക്ടറാക്കുക എന്നതായിരുന്നു. ആ സ്വപ്നം പൂർത്തിയാക്കേണ്ടത് തന്റെ കടമയാണെന്ന് അവൻ ഉറപ്പിച്ചു. രാധയുടെ പഠനം വീണ്ടും തുടങ്ങാൻ അവൻ പ്രോത്സാഹിപ്പിച്ചു. രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്തു. കൂടുതൽ ബോട്ടുകൾ വാങ്ങി. മീൻ കച്ചവടം വർദ്ധിപ്പിച്ചു. കിട്ടിയ ഓരോ രൂപയും രാധയുടെ പഠനത്തിനായി മാറ്റിവെച്ചു. നിന്റെ അച്ഛന്റെ സ്വപ്നം വെറുതെയാകരുതെന്ന് രാഘവൻ പലപ്പോഴും പറയുമായിരുന്നു. അച്ചൂടിയുടെ ആഗ്രഹം പോലെ അവൾ മെഡിക്കൽ പ്രവേശന പരീക്ഷയ്ക്ക് കഠിനമായി തയ്യാറെടുത്തു. മാസങ്ങൾ കൊണ്ടുള്ള കഠിനാധ്വാനത്തിനൊടുവിൽ അവൾക്ക് മെഡിസിന് അഡ്മിഷൻ ലഭിച്ചു. തന്റെ മകൾ മുത്ത് മെഡിസിന് പഠിക്കാൻ ചേർന്ന വിവരവും രാഘവൻ അവൾക്കായി പകലന്തിയോളം കഷ്ടപ്പെടുന്ന വിവരവും അച്ചൂട്ടി ശങ്കരനിലൂടെ അറിഞ്ഞു. രാഘവൻ നല്ലൊരു മത്സ്യത്തൊഴിലാളിയായി മാറിയെന്നും രാധയെ നന്നായി നോക്കുന്നുണ്ടെന്നും അറിഞ്ഞപ്പോൾ ആ അച്ഛന്റെ ഉള്ളം അഭിമാനം കൊണ്ട് നിറഞ്ഞു. എങ്കിലും നേരിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലാൻ അയാളുടെ ഉള്ളിലെ ആത്മാഭിമാനം അയാളെ അനുവദിച്ചില്ല. രാധ തന്റെ അച്ഛന്റെ ഓർമ്മകളെ നെഞ്ചിലേറ്റി പഠിച്ചു. ഇതിനിടയിലാണ് രാഘവന്റെ കച്ചവടമെല്ലാം പെട്ടെന്ന് തകർച്ചയിലായത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അവൻ നേരിട്ടു. രാധയുടെ മെഡിക്കൽ പഠനത്തിന്റെ ഫീസ് അടയ്ക്കാൻ രാഘവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് അച്ചൂട്ടി അറിഞ്ഞു. കടൽ കനിഞ്ഞ് തനിക്ക് തന്ന സമ്പാദ്യമെല്ലാം അച്ചൂട്ടി ശങ്കരന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. ഇത് ഞാൻ കൊടുത്തു എന്ന് പറയരുത്, ഇത് ശങ്കരേട്ടൻ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു ചെറിയ സഹായമാണെന്ന് പറഞ്ഞ് രാഘവന്റെ കയ്യിൽ കൊടുക്കണം. എന്റെ മോളുടെ പഠിത്തം മുടങ്ങരുത്, അച്ചൂട്ടി കണ്ണീരോടെ പറഞ്ഞു. രാഘവൻ അത് ശങ്കരൻ സഹായിച്ചതാണെന്ന് കരുതി നന്ദിയോടെ വാങ്ങി രാധയുടെ ഫീസ് അടച്ചു. തങ്ങളെ സഹായിക്കുന്നത് അച്ചൂട്ടിയാണെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അങ്ങനെ വർഷങ്ങൾ കൊണ്ടുള്ള പരിശ്രമത്തിനൊടുവിൽ ആ തീരപ്രദേശത്തെ ആദ്യത്തെ വനിതാ ഡോക്ടറായി രാധ മാറി. പഠനം കഴിഞ്ഞയുടൻ വലിയ നഗരങ്ങളിലെ ആശുപത്രികളിലേക്ക് പോകാതെ തന്നെയും തന്റെ അച്ഛനെയും വളർത്തിയ ആ ഗ്രാമത്തിൽ തന്നെ ഒരു ചെറിയ ക്ലിനിക്ക് തുടങ്ങാൻ രാധയും രാഘവനും തീരുമാനിച്ചു. രാഘവൻ അതിനൊരു പേര് നൽകി, അച്ചൂട്ടി മെമ്മോറിയൽ ഹെൽത്ത് സെന്റർ.
ആ ക്ലിനിക്കിന്റെ ഉദ്ഘാടന ദിവസം മുഴുവൻ നാട്ടുകാരും അവിടെ എത്തിയിരുന്നു. കൊച്ചുരാമനും ഭാര്യ ഭാർഗവിയും അടക്കം എല്ലാവരും അവിടെ തടിച്ചുകൂടി. രാധയുടെയും രാഘവന്റെയും കണ്ണുകൾ പക്ഷേ ഒരാളെ മാത്രമാണ് തെരഞ്ഞത്, അവരുടെ അച്ചൂട്ടിയെ. മറുകരയിൽ അച്ചൂട്ടിക്ക് ഈ ദിവസം മാറി നിൽക്കാൻ കഴിഞ്ഞില്ല. മുത്തിന്റെ ക്ലിനിക്കിന്റെ ഉദ്ഘാടന ദിവസം ഇന്നാണെന്ന് ശങ്കരേട്ടനിൽ നിന്നും അറിഞ്ഞ അച്ചൂട്ടി ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ മുഖമറച്ച് ആ പരിസരത്ത് എത്തി. ആ ക്ലിനിക്കിന് തന്റെ പേര് കണ്ടപ്പോൾ അദ്ദേഹം നിശ്ചലനായി. നാട്ടുകാരെല്ലാം അവളെ ഡോക്ടർ രാധ എന്ന് വിളിച്ച് ആദരിക്കുന്നത് അച്ചൂട്ടി കണ്ടു. അയാളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. വർഷങ്ങളായുള്ള തന്റെ ആഗ്രഹം ഇതാ സഫലമായിരിക്കുന്നു എന്നയാൾ മനസ്സിൽ ഉരുവിട്ടു. അച്ചൂട്ടി അവിടെ നിന്നും മാറി നടക്കുമ്പോൾ അയാളുടെ കയ്യിൽ കെട്ടിയിരുന്ന പഴയൊരു ചരട് ക്ലിനിക്കിന്റെ മുന്നിലെ വേലിയിൽ കുടുങ്ങിപ്പൊട്ടി. അത് വർഷങ്ങൾക്ക് മുൻപ് രാധ കുട്ടിക്കാലത്ത് അച്ചൂട്ടിയുടെ കയ്യിൽ കെട്ടിക്കൊടുത്ത ഒരു പഴയ ചരടായിരുന്നു. ആ സമയം ക്ലിനിക്കിന് വെളിയിലേക്ക് ഇറങ്ങിയ രാധയുടെ ശ്രദ്ധയിൽപ്പെട്ടത് വേലിയിൽ കിടക്കുന്ന ആ കറുത്ത ചരടാണ്. അത് കണ്ടയുടൻ അവളുടെ നെഞ്ചു പിടഞ്ഞു. അവൾ ചുറ്റും നോക്കി. മുഖം മറച്ചുകൊണ്ട് ക്ഷീണിതനായി നടന്നു പോകുന്ന ആ വൃദ്ധനെ അവൾ കണ്ടു. നടപ്പിലെ ആ പ്രത്യേക താളം അത് മറ്റാരുമല്ലെന്ന് അവളുടെ ഉള്ളം പറഞ്ഞു. അച്ഛാ! രാധയുടെ തൊണ്ടയിൽ നിന്ന് ആ വിളി അണപൊട്ടി ഒഴുകി. രാധയുടെ വിളി കേട്ട് അച്ചൂട്ടി ഒരു നിമിഷം ഞെട്ടിനിന്നു. പക്ഷേ മുഖം കാണിക്കാനുള്ള മടി കാരണം അയാൾ വേഗത്തിൽ മുന്നോട്ട് നടന്നു. എന്നാൽ രാധ ആ മണൽ വഴിയിലൂടെ അച്ചൂട്ടിയുടെ പിന്നാലെ ഓടി. ശബ്ദം കേട്ട് രാഘവനും ക്ലിനിക്കിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. രാധ അച്ചൂട്ടിയുടെ മുഖത്തെ മറയെടുത്തു മാറ്റി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അവൾ തന്റെ അച്ഛന്റെ മുഖം കണ്ടു. പ്രായം തളർത്തിയ കടൽ കാറ്റേറ്റ് വരണ്ട ആ മുഖത്തേക്ക് നോക്കി രാധ പൊട്ടിക്കരഞ്ഞു. അച്ചൂട്ടി കണ്ണു നിറച്ച് ഒരക്ഷരം പോലും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും ശങ്കരൻ അവിടെ ഓടിയെത്തിയിരുന്നു. അച്ചൂട്ടി തന്റെ മകളെ ഓർത്ത് സങ്കടം സഹിച്ച് ജീവിക്കുകയാണെന്ന് അറിയാമായിരുന്ന ശങ്കരൻ എല്ലാ സത്യങ്ങളും രാധയോടും രാഘവനോടും വിളിച്ചു പറഞ്ഞു. രാധ, രാഘവ, ഇവൻ നിങ്ങളെ ഒരിക്കലും വിട്ടുപോയിട്ടില്ല. നിന്റെ പഠിത്തം മുടങ്ങാതിരിക്കാൻ എന്റെ കയ്യിൽ പണം കൊടുത്തു വിട്ടത് നിന്റെ ഈ അച്ഛനാണ്. നീ വലിയ ഡോക്ടർ ആകുന്നത് കാണാൻ ദൂരെ മാറി നിന്ന് കടലിൽ ചോര നീരാക്കി പണിയെടുത്തതിന്റെ പ്രതിഫലം നിനക്കായി തന്നുവിട്ടത് ഈ അച്ചൂട്ടിയാണ്. ആ വാക്കുകൾ കേട്ടതും രാഘവന്റെ കാലുകൾ തളർന്നു. ശങ്കരേട്ടൻ സഹായിച്ചതാണെന്ന് കരുതി വാങ്ങിയത് അച്ചൂട്ടിയുടെ വിയർപ്പിന്റെ പണമായിരുന്നു എന്ന് രാഘവൻ തിരിച്ചറിഞ്ഞു. അവൻ അച്ചൂട്ടിയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചു കരഞ്ഞു. അച്ചൂട്ടി രാഘവനെ കൈപിടിച്ചുയർത്തി. നീ എന്റെ മരുമകനല്ല, എന്റെ മകനാണ് എന്ന് പറഞ്ഞ അയാൾ രാഘവനെ ചേർത്ത് പിടിച്ചു. അയാൾ വിതുമ്പലോടെ പറഞ്ഞു, എനിക്ക് ആരോടും പിണക്കമില്ല മോളെ. ഞാൻ പഠിച്ചില്ല, പക്ഷേ എന്റെ മുത്ത് വലിയൊരു ഡോക്ടറായി കാണണമെന്നതായിരുന്നു ഈ അച്ഛന്റെ ഒരേയൊരു ആഗ്രഹം. അതിപ്പോ സഫലമായി. ഇനി എനിക്ക് മരിക്കാം. ഇത് കേട്ട രാധയും രാഘവനും ചേർന്ന് അച്ചൂട്ടിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഇനി അച്ഛനെ ഞങ്ങൾ എങ്ങോട്ടും വിടില്ല അച്ഛാ. ഇതെല്ലാം കണ്ടു നിന്ന കൊച്ചുരാമനും ഭാർഗവിയും നാട്ടുകാരുമെല്ലാം അച്ചൂട്ടിയുടെ സ്നേഹത്തിന് മുന്നിൽ തല താഴ്ത്തി നിന്നു. കടലമ്മ അയാളെ ഒടുവിൽ സ്വന്തം മക്കളുടെ സ്നേഹതീരത്ത് സുരക്ഷിതമായി എത്തിച്ചു.